കഴിഞ്ഞ സെഷനിൽ നമ്മൾ രണ്ട് മെത്തേഡ്സ് ഓഫ് ബയസിങ് നോക്കി. ഒന്ന് ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിങ്ങും മറ്റേത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡും. ഇനി ഈ ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് മെത്തേഡ് നോക്കാം. ഇൻഫാക്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ബയസിങ്. പ്ലസ് വി സി സിയിൽ നിന്ന് ഒരു R1 R2 എന്ന് പറയുന്ന രണ്ട് സീരീസ് റെസിസ്റ്റൻസ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് എന്തൊക്കെ നോക്കണം? ആദ്യം എങ്ങനെയാണ് ഇവിടെ ബയസിങ് വോൾട്ടേജ്, ഡി സി ബയസിങ് വോൾട്ടേജ് ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത് എന്ന് നോക്കണം. പിന്നെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നോക്കണം. ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെ എക്സ്പ്രഷൻ ഈ മെത്തേഡ് ഓഫ് ബയസിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കണം. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യണം. ഇതാണ് സർക്യൂട്ട് പറഞ്ഞത്. R1 and R2 is connected across the power supply. Then current I1 ആണ് ഇതിൽ ഒഴുകുന്നത് എന്ന് വിചാരിക്കൂ. നമുക്കറിയാം ബേസ് കറണ്ട് വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് I1 തന്നെയാണ് ഇതിലേക്കൂടെ ഒഴുകുന്നത് എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. അതാണ് അപ്രോക്സിമേഷൻ സിഗ്നൽ ഇവിടെ ഇട്ടത്. ഓൾമോസ്റ്റ് ദ ഹോൾ ഓഫ് I1 വിൽ ബി ഫ്ലോയിങ് ഹിയർ. ഒരു ചെറിയ ഭാഗമേ IB ആയിട്ട് പോകുന്നുണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ ഡിസൈനിങ്ങിലെല്ലാം എടുക്കുക 10:1:9. ഇത് 10 ആണെങ്കിൽ ഇത് 1, ഇത് 9, സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് മേജർ പാർട്ട് ഓഫ് ദ കറണ്ട് I1 വിൽ ബി ഫ്ലോയിങ് ത്രൂ R2 എന്നാണ് എടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബയസിങ്, ബേസ് എമിറ്റർ ബയസിങ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? The voltage drop across this R2 provides the required base emitter biasing voltage. I will call this potential drop across R2 as V2. ഈ വോൾട്ടേജ് ആണ് റിക്വയർഡ് ബയസിംഗ് വോൾട്ടേജ് VBE സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ബയസിംഗ് വോൾട്ടേജ് കാരണം ഒരു ബേസ് കറണ്ട് ഉണ്ടാവും, ഒരു കളക്ടർ കറണ്ട് ഉണ്ടാവും. അങ്ങനെ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് അവൈലബിൾ ആയിരിക്കും. ഇത് ഡി സി കണ്ടീഷനാണ്, ബയസിംഗ് കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സർക്യൂട്ട് വെച്ച് നമുക്ക് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു ഈ V2 എന്നുള്ള വോൾട്ടേജ് അക്രോസ് R2 ആണ് ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതിനുള്ള ജനറൽ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. V2 that is drop across R2 is equal to V equals IR ആണല്ലോ. So I1 into R2. V2 equals I1 R2 എന്ന് എഴുതാം. ഇനി ഈ കറണ്ട് I1 എന്താണെന്നൊന്ന് നോക്കാം. I1നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് വി സി സിയുടെ അക്രോസ് R1ഉം R2ഉം കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് സർക്യൂട്ട്, കിർച്ചോഫ്സ് ക്ലോസ് സർക്യൂട്ട് ഇമാജിൻ ചെയ്താൽ എന്തായിരിക്കും? വാട്ട് ഇസ് ദ കറണ്ട് I1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കറണ്ട് I1 എന്ന് പറയുന്നത് I ഈക്വൽസ് V ബൈ R ആണ്. VCC ബൈ R1 പ്ലസ് R2 ആണ്. ഇതാണ് കറണ്ട് I1 വരിക. കാരണം VCC വോൾട്ടേജിൻ്റെ അക്രോസ് R1 R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, VCC ബൈ R1 പ്ലസ് R2 എന്നിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ബിക്കംസ് VCC ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2 എന്നായി. അപ്പോൾ ഈ V2 ആണ് ഇവിടെ ബയസിങ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ ഈ ലൂപ്പിൽ, ഈ ക്ലോസ് ലൂപ്പിൽ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്താൽ എന്ത് വരും? V2 is equal to VBE plus IERE. ഈ ക്ലോസ് ലൂപ്പിൽ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ V2 ഈക്വൽസ് എന്തെഴുതാം? VBE പ്ലസ് IERE. That is a drop across RE. So V2 equals VBE plus IERE എന്ന് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് IE റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ V2 മൈനസ് VBE ബൈ RE എന്ന് കിട്ടി. ഇനി IE എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC. സോ ദിസ് യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി സേ ഇറ്റ് ഇസ് IC. ജസ്റ്റിഫിക്കേഷൻ എന്താണ്? IB എന്ന് പറയുന്നത് ചെറുതാണ്, IE ഈക്വൽസ് IB പ്ലസ് IC ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. സോ യു ഗോട്ട് an expression for zero signal collector current. So this is the expression for zero signal collector current. ഈ ഇക്വേഷൻ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ട്രാൻസിസ്റ്റർ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബീറ്റ വാല്യൂവിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നിവിടെ മനസ്സിലാക്കാം. അതായത് ദിസ് ഇസ് പ്രൊവൈഡിങ് എ ഗുഡ് എമൗണ്ട് ഓഫ് സ്റ്റെബിലൈസേഷൻ. ഇവിടെ REക്കാണ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള റോള് വരുന്നത്. എങ്ങനെയാണ് ഇവിടെ സ്റ്റെബിലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. സപ്പോസ് ഫോർ സം റീസൺ IC ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ IEക്ക് പകരം ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് IC എന്ന് തന്നെ ഇടുകയാണ്. For some reason, if collector current IC is increasing, then look on to this equation. ICRE increases. But you know V2 is a voltage drop across this. ഈ VCC അക്രോസുള്ള രണ്ട് റെസിസ്റ്റൻസ് ആണിത്. അപ്പോൾ ഇത് ഫിക്സ്ഡ് ആയിരിക്കും. V2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും സോ ലോങ് ആസ് R1 ആൻഡ് R2 ആൻഡ് VCC ഈസ് ഫിക്സ്ഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടും എന്ന് പറയുമ്പോൾ ഇത് മാറാനും പറ്റില്ല, ഇത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് VBE സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും. അതായത് ബേസ് എമിറ്റർ ബയസിങ് വോൾട്ടേജ് സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും. ബയസിങ് കുറച്ച് കുറയും എന്നർത്ഥം. ബയസിങ് കുറയുമ്പോൾ എന്തുണ്ടാവും? ബേസ് കറണ്ട് കുറയും, നാച്ചുറലി കളക്ടർ കറണ്ട് കുറയും. സോ ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് ഫൈനലി ദ കളക്ടർ കറണ്ട് വിൽ ബി പുൾഡ് ഡൗൺ, കുറയാൻ ഒരു കാരണമായി തീരും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, മേ ബി ടെമ്പറേച്ചറോ വാട്ട് എവർ, എന്തൊക്കെയോ കാരണം കൊണ്ട് IC ഇൻക്രീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ICRE ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡ്രോപ്പ് അക്രോസ് RE ഇൻക്രീസ് ചെയ്യും. ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം ഇറ്റ് ലീഡ്സ് ടു എന്താണ്? ഡിക്രീസ് ഇൻ VBE. ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അത് ഡിക്രീസ് ചെയ്താൽ എന്തുണ്ടാവും? ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യും. ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്താൽ നാച്ചുറലി കളക്ടർ കറണ്ട് ഡിക്രീസ് ചെയ്യും. കാരണം IC by IB ഇസ് എ കോൺസ്റ്റന്റ് ഫാക്ടർ ബീറ്റ. അപ്പം അതുകൊണ്ട് IC ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്തോ കാരണം കൊണ്ട് IC കൂടിയിട്ടുണ്ടെങ്കിൽ ഫൈനലി ഒരു സൈക്കിളിൽ, ഒരു വിഷ്വസ് സൈക്കിൾ കാരണം ഫൈനലി അത് ICനെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനുള്ള ഒരു കാരണമായി തീരും ഈ RE എന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെ ഉള്ളത് കൊണ്ട്. സോ സ്റ്റെബിലിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് RE എന്ന് പറയാം. ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ ഇസ് beta plus 1 into R0 plus RE by R0 plus RE plus beta RE. ഇവിടെ R0 എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ R1 R2 by R1 plus R2നെയാണ് R0 എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ VK മേത്ത ടെക്സ്റ്റിൻ്റെ അപ്പൻഡിക്സിലുണ്ട്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ, എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ച് ഈ എക്സ്പ്രഷൻ ഇവിടെ ഡിറൈവ് ചെയ്യാവുന്നതാണ്. സോ
ഇനി ഈ സ്റ്റെബിലിറ്റി ഫാക്ടറിനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ ന്യൂമറേറ്ററിലെ ഓരോ ടേംസും ആറേയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡിനോമിനേറ്ററിലും ഓരോ ടേംസും ആറേയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ബീറ്റ പ്ലസ് 1 R0 ബൈ RE, RE ബൈ RE 1 ആയി. ഇവിടെയാണെങ്കിലും R0 ബൈ RE എഴുതി, RE ബൈ RE 1 ആയി. ബീറ്റ RE ബൈ RE ഇസ് ബീറ്റ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാം, R0 ബൈ RE എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഇസ് വെരി വെരി ലെസ് ദാൻ 1. ഓക്കെ, കാരണം എന്താണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, എമിറ്റർ റെസിസ്റ്റൻസ് നമ്മൾ വെക്കാൻ പോകുന്നത് ചെറിയൊരു വാല്യൂ ആയിരിക്കും, സേ 1 കിലോ ഓം, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ R0 ബൈ RE വളരെ ചെറുതായിരിക്കും ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു 1. ഓക്കെ, ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് വിൽ ബി എ ഫൈനൽ എക്സ്പ്രഷൻ? അപ്പോൾ ഈ ടേം തന്നെ 1 ആയി എടുത്താൽ മതി. 1 ആയി, ഇതും R0 ബൈ RE നെഗ്ലക്റ്റ് ചെയ്തു. സോ വാട്ട് ഈസ് യുവർ ഫൈനൽ എക്സ്പ്രഷൻ? ബീറ്റ പ്ലസ് 1 ബൈ 1 പ്ലസ് ബീറ്റ. അതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1. ശരിയല്ലേ? സോ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ക്യാൻ ബി approximated to 1, or it will be more or less 1 in the case of potential divider biasing. എങ്ങനെയാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തത്? ആദ്യം ഇവിടുത്തെ സർക്യൂട്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. IC എന്നുള്ള കളക്ടർ കറണ്ട് കൂടുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇവിടുത്തെ എമിറ്റർ കറണ്ടും നാച്ചുറലി കൂടും. അതായത് ഇവിടെ IC/RE ഡ്രോപ്പ് കൂടും. ഇത് മാറാൻ പറ്റില്ല, അതുകൊണ്ട് VBE കുറയും. ബയസിങ് കുറഞ്ഞാൽ ബേസ് കറണ്ട് കുറയും, ബേസ് കറണ്ട് കുറഞ്ഞാൽ കളക്ടർ കറണ്ട് കുറയാൻ കാരണമാകും. അങ്ങനെ കൂടാൻ പോയ കറണ്ട് കൂടുതലാകാൻ ശ്രമിച്ച IC വിൽ ബി പുൾഡ് ഡൗൺ, ഇൻക്രീസ് റെസ്ട്രിക്റ്റഡ് ആവും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ വെച്ചുകൊണ്ടും ഒന്ന് പറയാണ് എന്ത് വരും സ്റ്റെബിലിറ്റി ഫാക്ടർ. ഇറ്റ് കംസ് അറൗണ്ട് 1 എന്ന് പറയാം. ഇതാണ് എക്സ്പ്രഷൻ. ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് ഓരോ ടേമിനെയും RE കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ എഴുതി. പിന്നെ R0 ബൈ RE ഇസ് വെരി മച്ച് ലെസ് ദാൻ 1 എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. സോ യു ഗെറ്റ് S is approximately equal to 1. അതായത് നമുക്കറിയാം സ്റ്റെബിലിറ്റി ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആണ്, ലോ വാല്യൂ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ദിസ് ഗിവ്സ് മോർ ഓർ ലെസ് ഗുഡ് സ്റ്റെബിലിറ്റി എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ തിയറിറ്റിക്കലി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞത്. ഇനി പ്രാക്ടിക്കലി വരുമ്പോൾ ഇത് സംതിങ് ലൈക്ക് 10 അറൗണ്ട് വരും. 10 നമ്മൾ 12 താഴെ ഏതും നമ്മൾ സ്റ്റേബിൾ എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽ സർക്യൂട്ട് ആണെങ്കിൽ പോലും ഇത് ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ മെത്തേഡിനേക്കാൾ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് ആണ് യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോർ മോസ്റ്റ് ഓഫ് ദ പർപ്പസ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ബേസ് എമിറ്റർ ബയസിംഗ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, എത്രത്തോളം വരും സ്റ്റെബിലിറ്റി എന്ന്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മൾ IC മാത്രമേ പറഞ്ഞുള്ളൂ, VCEയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. നമ്മൾ IC ഈക്വൽസ് IE എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്കിവിടെ ആദ്യം കിട്ടിയ ഇക്വേഷനാണ് IC ഈക്വൽസ് V2 മൈനസ് VBE ബൈ RE. ഈ ലൂപ്പിൽ കിർച്ചോഫ്സ് ലോ എഴുതിയിട്ട് കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് കിട്ടി. ഇനി സീറോ സിഗ്നൽ VCE വേണം നമുക്ക്, അല്ലേ? ICയും സീറോ സിഗ്നൽ IC ആൻഡ് VCE ഇസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും നമ്മൾ ഈ സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്യണം. ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി VCEക്കുള്ള എക്സ്പ്രഷൻ വേണം. അതുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ട് എടുത്ത ഇക്വേഷൻ എഴുതാം. അപ്പോൾ VCE അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? VCC ഈക്വൽസ് ICRC പ്ലസ് VCE പ്ലസ് IERE എന്ന് എഴുതാം, അല്ലേ?
VCC equals ICRC plus VCE plus IERE. അപ്പോൾ ഇതിൽ നമുക്ക് IE can be approximated to IC. രണ്ട് IE വേറെ ആയിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ IC, ഇനി ഇതിൽ IC കോമൺ ഫാക്ടറായി വരുന്നത് കൊണ്ട് IC ഇൻറ്റു RC പ്ലസ് RE പ്ലസ് VCE എന്ന് എഴുതി. നമുക്ക് വേണ്ടത് VCE ആണ്. VCEയുടെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതുമ്പോൾ VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. So we got the expression for VCE and IC. ഇതാണ് സീറോ സിഗ്നൽ IC ആൻഡ് VCE ബയസിങ് കണ്ടീഷൻ്റെ. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ the voltage drop across V2, voltage drop across R2, that is V2 provides the base emitter biasing voltage എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത് RE വെച്ച് എന്ന് പറഞ്ഞു. സ്റ്റെബിലിറ്റി ഫാക്ടർ എത്രയായിരിക്കും എന്ന് ഇവാലുവേറ്റ് ചെയ്തു. സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഈ സർക്യൂട്ടിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തു. പിന്നെ സീറോ സിഗ്നൽ VCE വേണം. അത് നമ്മൾ ഔട്ട്പുട്ട് സർക്യൂട്ട് ഇവിടെ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. സോ എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് യൂണിവേഴ്സൽ മെത്തേഡായി കൺസിഡർ ചെയ്യുന്നത്? കാരണം സ്റ്റെബിലിറ്റി മാക്സിമം ആണ്, സിമ്പിൾ മെത്തേഡുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി. ഇതാണ് ഒരു പ്രോബ്ലം. എല്ലാ R1 4 കിലോ ഓം, R2 1 കിലോ ഓം, RC 1.5 K, RE 1 K ആൻഡ് ദിസ് ഇസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പ്ലസ് VCC 25 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ പോയിന്റ് ആൻഡ് ദ ഗ്രൗണ്ട്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്, വോൾട്ടേജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ 25 വോൾട്ടാണ് ഡ്രോപ്പ്. സോ 25 വോൾട്ട് മൈനസ് ICRC വിൽ ഗിവ് യു യുവർ ആൻസർ. ശരിയല്ലേ? VCC equals this plus this. So you want to find out this voltage. It will be equal to 25 minus the drop across RC, that is ICRC. അപ്പോൾ ഇതിൽ RC ഇവിടെ തന്നിട്ടുണ്ട് വാല്യൂ, IC കാണണം. IC can be approximated to IE എന്നറിയാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് IE എന്താണെന്ന് നോക്കാം. IE അറിയണമെങ്കിൽ RE തന്നിട്ടുണ്ട്, അതുകൊണ്ട് VE വാട്ട് ഈസ് എ ഡ്രോപ്പ് ഹിയർ എന്നറിഞ്ഞാൽ മതി. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? V2 ദ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് R2. V2 is equal to എന്താ നമ്മൾ എഴുതിയത്? VBE പ്ലസ് IERE എന്ന് എഴുതി, അല്ലെങ്കിൽ നമുക്ക് ICRC എന്ന് എഴുതാം, ICRE എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് IC എന്താണെന്ന് എഴുതാൻ പറ്റും. IC ഈക്വൽസ് V2 മൈനസ് ഇത്രയും നേരം നമ്മൾ എഴുതിയ ഇക്വേഷൻ തന്നെ VBE ബൈ RE എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ VBE എത്രയാണെന്ന് അറിയാം, കാരണം സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് 0.7 ആയിട്ട് എടുക്കാം VBE. RE എത്രയാണെന്ന് തന്നിട്ടുണ്ട്, V2 കാണണം. സോ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് V2? അതെങ്ങനെയാണ് കാണുക? നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് V2 ഇസ് ഈക്വൽ ടു I2 അല്ലെങ്കിൽ കറണ്ട് I ഇൻറ്റു R2. അപ്പോൾ ഈ കറണ്ട് I കാണണം. കറണ്ട് I എന്ന് പറയുന്നത് എങ്ങനെ കാണാം? VCC ബൈ R1 പ്ലസ് R2 ആണ് കറണ്ട്. VCC ബൈ R1 പ്ലസ് R2 ആണ് കറണ്ട്. അപ്പോൾ ആ കറണ്ട് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ് കിട്ടും. So it will come to V2, this quantity will come to evaluate ചെയ്താൽ 25 by 5 plus into 1 എന്ന് വരും.
അപ്പോൾ ഇവിടെ VCC 25 വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R1 plus R2 5, R2 1. So your V2 is going to be 5 volt. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2ന് 5 വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VBE ബേസ് എമിറ്റർ വോൾട്ടേജ് 0.7 എന്ന് എടുക്കാം. RE തന്നിട്ടുണ്ട് 1 കിലോ ഓം തന്നിട്ടുണ്ട്. So you can calculate your IC and it will be equal to 4.3 volt. 5 minus 0.7, that is 4.3 volt ആണ് IC വരിക. IC കിട്ടിയ സ്ഥിതിക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വോൾട്ടേജ് ആണ്. സോ ദാറ്റ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കളക്ടർ ഗ്രൗണ്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു VCC മൈനസ് ICRC. സോ ദാറ്റ് ഇസ് 15 വോൾട്ട് മൈനസ് IC എത്ര കിട്ടിയ 4.3 വോൾട്ട് അല്ല 4.3 മില്ലി ആംപിയർ ആണ് കറണ്ട് ആണ്. പ്ലീസ് നോട്ട് 4.3 മില്ലി ആംപിയർ ആണ്. മില്ലി ആംപിയർ മൈനസ് അല്ല ഇൻറ്റു RC എന്താണ് 1.5 K. അപ്പോൾ ഈ മില്ലി ഈ കെയും കൂടെ ക്യാൻസൽ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 18.55 വോൾട്ട്. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഇതിൽ അപ്ലൈ ചെയ്തു. ഇതിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ കാരണം ഈ മെത്തേഡ് ഓഫ് ബയസിങ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.